ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അരിപ്പൊടി വെച്ചിട്ടും അല്ലെങ്കിൽ സാധാരണ പൊന്നേരി 4 മണിക്കൂർ കുതിർത്ത് ആ രീതിയിലും അരച്ചതിന് ശേഷം ആ രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 2 അയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയില ഏത് ഫിഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അത് സാധാരണ ഫ്രൈ ആക്കുന്ന പോലെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം ആ രീതിക്കും ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സെയിം പാനിൽ തന്നെ നിങ്ങൾക്ക് എത്ര മസാല ആവശ്യമുണ്ട് ആ രീതിയിൽ നമുക്ക് ഉള്ളി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസ് സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. അത് ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. അതിനുശേഷം നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ചേർക്കാം. അതിലേക്ക് 3 പച്ചമുളക്, മല്ലിയില, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് അതും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ സ്പൂണിലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ആ ഒരു പച്ചമണം മറന്നവരെ നല്ലോണം ഒന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഫ്രൈ ആക്കി വെച്ച ആ ഒരു ഫിഷാണ് പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഫ്രൈ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം പിന്നെയും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മസാല ഒന്ന് പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടെ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ അളവിനനുസരിച്ച് എത്ര അരിപ്പൊടി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ പച്ചരിയും സെയിം അളവ് തന്നെ പുഴുങ്ങലരിയും കൂടെ നല്ലോണം പൊടിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് ഇത്ര അളവ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓരോരോ പൊടിക്ക് ഓരോരോ അളവായിരിക്കും. അപ്പോൾ നമ്മൾ കുഴക്കുന്ന ആ രീതിയിലനുസരിച്ച് പിന്നെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇല വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ബോൾ പോലാക്കി ഇതൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മേലെ മസാല വെച്ച് പിന്നെ ഇതുപോലെ തന്നെ മേലെ ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് പുഴുങ്ങലരി അരച്ചിട്ടും ചെയ്യാം. അരച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം തിക്കായിട്ട് എടുത്ത് കഴിഞ്ഞാൽ മതി. അതിനുശേഷം ആ രീതിയിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഈ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ചാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഈ ഉള്ളീൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലായിട്ടാണ് ആ ഒരു ഫ്രൈ ചെയ്ത ഫിഷ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ഇലയും കൂടെ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഇതിലൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ബോളും കൂടെ എടുത്ത് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അധികം കട്ടി കുറയാൻ പാടില്ല, കുറച്ചൊരു കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഇത് മറ്റേ ആ ഒരു ഫിഷിൻ്റെ മേലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു എടുത്ത അയിലക്ക് പകരം നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കനും യൂസ് ചെയ്യാം. ശേഷം സൈഡെല്ലാം ഇതെല്ലാം നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആവി വരുന്ന ആ ഒരു ടൈമിൽ സൈഡിലെല്ലാം ഇതുപോലെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പ്രസ്സായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഓൾറെഡി അപ്പച്ചമ്പ് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഇതൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ മതിയാവും വന്ന് കിട്ടാൻ. അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സാധാരണ പൊന്നിയരി അരച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഈ അരിപ്പൊടി ചെയ്തെടുക്കുമ്പോൾ അരിപ്പൊടി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ പെട്ടെന്ന് വേവുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അരിപ്പൊടി ആണെങ്കിൽ. അപ്പോൾ ആ ഒരു വേവുന്ന സമയം കൊണ്ട് അടുത്തതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത ആ സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ സൈഡിൽ ഇതുപോലെ തന്നെ കുറച്ചൊരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെറിയൊരു പീസ് അരിപ്പൊടിൻ്റെ ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അതിൻ്റെ അകത്തു നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ആ ഒരു സൈസ് കറക്റ്റാക്കിയാൽ മതി. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ആവി വരുന്ന ടൈമിൽ സൈഡിലൊക്കെ ഇതുപോലെ നല്ലോണം പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നോമ്പിൻ്റെ സമയത്തും അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ്. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം നേരത്തെ പരത്തി വെച്ച് അതും കൂടെ ഒന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും കമൻസൊക്കെ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.